ദൈവത്തിൻ്റെ മക്കൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം അതിന് അനുവദിക്കത്തുമില്ല. ആമേൻ. നിങ്ങൾ ലജ്ജിച്ച് നിരാശരായി തലതാഴ്ത്തി നടക്കുവാൻ പിശാച് പ്ലാൻ ചെയ്യുന്നെങ്കിലും ദൈവം അതിന് സമ്മതിക്കില്ല. ആമേൻ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയും കഷ്ടതകളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുവാനോ അകൽച്ച ഉണ്ടാക്കുവാനോ ദൈവം അനുവദിക്കില്ല. ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മളോട് തൻ്റെ വചനത്തിലൂടെ അതിനൊരു വിശദീകരണം തരും. ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. നമ്മൾ ധൈര്യത്തോടെ തല ഉയർത്തി സഞ്ചരിക്കും. ആമേൻ. ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവാത്മാവിനോട് പറയുന്ന ആലോചന ഇതാണ്. വളരെ നാളുകളായി പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴും നീ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. അതിലെല്ലാം ഒരു അഭിമാനത്തോടു കൂടി, ഒരു ദൈവപൈതലായതിൽ അഭിമാനത്തോടു കൂടി സഞ്ചരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം തൻ്റെ ശബ്ദം തന്ന്, ആലോചന തന്ന് നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു. സെഫന്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മുടന്തി നടന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കും. ഹല്ലേലൂയ. മുടന്തിപ്പോയതിനെ ഞാൻ രക്ഷിക്കും, ചിതറിപ്പോയതിനെ ഞാൻ ശേഖരിക്കും, സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ പ്രശംസയും കീർത്തിയുമാക്കുകയും ചെയ്യും. ഈ കാര്യം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഒരാൾക്കൊരു പോരായ്മയോ ഒരു പരാജയമോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള വേദനപ്പെടുത്തുന്ന സാഹചര്യം കടന്നു വന്നാൽ മറ്റുള്ളവർ അതിൻ്റെ വേദനയുടെ ആഴങ്ങൾ കൂട്ടുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ അപവാദങ്ങൾ പറയുകയാണ്, കൂടുതൽ പരിഹസിക്കാനേ ഇതെല്ലാം ഉപകരിക്കുകയുള്ളൂ. പക്ഷേ ദൈവം അതിനപ്പുറം നിന്നുകൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ച് അവൻ സാന്ത്വനം നൽകി, സമാധാനം നൽകി, അവൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ വീണ്ടും ചേർത്ത് കൊണ്ടുവരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. യോവേൽ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഇങ്ങനൊരു ദൂത് പറയുന്നുണ്ട്: കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നിങ്ങളുടെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വെട്ടുക്കിളിയും തുള്ളനും വിട്ടിലും പച്ചപ്പുഴും തിന്നുകളഞ്ഞു. ദീർഘവർഷങ്ങൾ, സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ എങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ ഞാൻ ഈ സ്ത്രീകൾക്ക് മാറ്റം വരുത്തും. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്: വെട്ടുക്കിളിയും തുള്ളനും വിട്ടിലും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞാൻ പകരം തരും. അതിന് എത്ര വർഷം നഷ്ടമായോ അതിന് ദൈവം പകരം തരുമെന്ന് മാത്രമല്ല, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഇത് എൻ്റെ ജനമാ, എൻ്റെ ജനമാ. ഞാൻ അല്പസമയത്തേക്ക് മുഖം മറച്ചു, അല്ലെങ്കിൽ എൻ്റെ ക്രോധത്തിൽ ശിക്ഷിച്ചു, പക്ഷേ ഞാൻ മടക്കി വരുത്തും. തുള്ളനും പച്ചപ്പുഴും വിട്ടിലും വെട്ടുക്കിളിയൊക്കെ തിന്നു കളഞ്ഞ കുറേ അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ആയുസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയം, നിങ്ങളുടെ നല്ല സാഹചര്യങ്ങളൊക്കെ നഷ്ടമായെന്ന് പരിതപിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ദൈവം മടക്കിത്തരും. ആമേൻ. ഹല്ലേലൂയ. അത് ഒരു സത്യമായ കാര്യമാണ്. കാരണം ദൈവം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. എന്നും കണ്ണുനീരോട് കരച്ചിലും നിരാശയോടും നടക്കാനല്ല ദൈവം വിളിച്ചിട്ടുള്ളത്, ആർപ്പോടെ ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. ഹല്ലേലൂയ. യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ക്രൂശ് മരണത്തിലേക്ക് പോകുമ്പോൾ ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, പക്ഷെ നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അവരെ സന്തോഷത്തിലേക്ക് നയിച്ചു. നാം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കുറേ നാളത്തേക്ക് നമ്മൾ ചോദ്യചിഹ്നമായി നിന്നേക്കാം. എവിടെ നിൻ്റെ ദൈവം? എവിടെ നീ പ്രാർത്ഥിച്ചൊരു മറുപടി? എവിടെ നീ പ്രസംഗിച്ച കാര്യം? എവിടെ നീ ഈ യേശുവിൻ്റെ കാര്യം പറഞ്ഞ് നടന്നിട്ട് എന്താ ഒന്നും നടക്കാത്തേ? പക്ഷേ എന്നും അങ്ങനെയല്ല. അതിനപ്പുറത്തേക്ക് ഒരു വലിയ മറുപടി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ആമേൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും, ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ തിരിച്ചു വരുത്തും, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. കാണാതെ പോയി, ഇനി അത് ലഭിക്കില്ല, മടങ്ങി വരികയില്ല.
ആ ബന്ധങ്ങൾ മടങ്ങി വരികയില്ല, ആ നന്മകൾ മടങ്ങി വരികയില്ല, ആ സമാധാന ജീവിതം മടങ്ങി വരികയില്ല, ആരോഗ്യം മടങ്ങി വരികയില്ല, ആ അഭിവൃദ്ധി മടങ്ങി വരികയില്ല, ആ നാളുകൾ തിരിച്ച് കിട്ടുകയില്ലെന്ന് ആകുലപ്പെട്ട് പരിതപിക്കുന്നവരുണ്ട്. ചിലർ പറഞ്ഞ് ഇനി എന്തിനു വരുന്നു, ഇനി വന്നിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴും ലാസറിൻ്റെ സഹോദരിമാർ ഇത് തന്നെ പറഞ്ഞത്, കർത്താവേ നീ ഇനി വന്നിട്ട് എന്ത് കാര്യം, നീ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും നടന്നേനെ. കർത്താവ് പറയുന്നു, ഇല്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നുവരെ കാണാത്ത ഒരു മഹത്വം വരുത്തുവാൻ കഴിവുള്ളവനല്ലേ പറഞ്ഞത്. ഇന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വർഷങ്ങൾ നഷ്ടമായെന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. വർഷങ്ങൾ നഷ്ടമാകില്ല, അത് മടക്കിത്തരാൻ ദൈവത്തിന് പറ്റും. 75 വർഷം വരെ അബ്രഹാം മക്കളില്ലാത്തവനായിരുന്നു. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. 100-ാം വയസ്സിൽ ഒരു തലമുറയെ ലഭിച്ചു കഴിഞ്ഞ് അടുത്ത ഒരു 75 വർഷം കൂടെ അബ്രഹാം ജീവിച്ചിരുന്നു. ആമേൻ. ദൈവത്തിന് നഷ്ടമായ വർഷങ്ങളെ മടക്കിത്തരാൻ പറ്റും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ സന്ദേശം ഞാൻ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എനിക്ക് ദൂത് നൽകുമ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ചില സംവത്സരങ്ങൾ, ചില വർഷങ്ങൾ നഷ്ടമായെന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നവരുണ്ടില്ല. നിങ്ങൾ ഇതുവരെ കാണാത്ത ചൈതന്യവും ഉല്ലാസവും സന്തോഷവും നിങ്ങൾക്ക് തരുവാൻ ദൈവം ശക്തനാണെന്ന് മാത്രമല്ല, ദൈവം സർവശക്തനാണ്. അത് വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞാട്ടെ. കൈകാലുകളുടെ മേൽ പുതിയ ബലം തരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവത്തിനെ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നിനോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ, നിങ്ങളുടെ സമ്പത്തിനോ, നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അത് കഴിയില്ല. ദൈവത്തിന് കഴിയുമെന്ന് പറയണം. ആമേൻ. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി ജീവിതം ശൂന്യമായല്ലോ എന്ന് വിചാരിച്ച് നിലവിളിച്ച ആളുകളുണ്ടായിരുന്നു. എബ്ബേസും പിന്നെ നവോമിയും ഇതുപോലെയുള്ള കുറേ പേര്. പക്ഷെ അതല്ല, കൈപ്പെല്ലാം ദൈവം മാറ്റിയില്ലേ? ആ ഞെരുക്കമല്ല ദൈവം മാറ്റിയില്ലേ? ഹന്ന എത്ര വർഷം നിലവിളിച്ചു, അതെല്ലാം ദൈവം മാറ്റിയില്ലേ? ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല സഹോദരൻ. ദൈവത്തിന് കാര്യം അസാധ്യമല്ല സഹോദരി. ദൈവത്തിന് മാറ്റാൻ പറ്റും. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ജോലിയില്ലാതെ, ഒരുപക്ഷെ നിങ്ങൾക്ക് വരുമാന മാർഗങ്ങളില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായി, പക്ഷേ കർത്താവ് സ്ഥിതിക്കൊരു മാറ്റം വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു നാളും അവൻ സമ്മതിക്കുകയില്ല. 34-ാം സങ്കീർത്തനത്തിന് 5-ാം വാക്യം പരിചിതമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആമേൻ. ഹല്ലേലൂയ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിങ്ങൾ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ മുഖം പ്രകാശിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ പറഞ്ഞേ. ആമേൻ. നഷ്ടമായത് സംവത്സരങ്ങളാകട്ടെ, ആരോഗ്യമാകട്ടെ, നന്മകളാകട്ടെ, ദൈവം എല്ലാം മടക്കിത്തരും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കർത്താവ് നീ ആരോടൊക്കെ പറയാനാണ് പരിശുദ്ധാത്മാവ് അവിടുന്ന് നിയോഗം നൽകിയത്. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ് മക്കൾ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ലജ്ജയായിപ്പോയ സംവത്സരങ്ങളും നഷ്ടമായിപ്പോയ സംവത്സരങ്ങളും, ആമേൻ കർത്താവ്, ആമേൻ, വേദന അനുഭവിച്ച വർഷങ്ങളും ഒക്കെ ദൈവം നന്മയാക്കി, അനുഗ്രഹമായും ആരോഗ്യമായും കർത്താവ് മടക്കി കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനായി പ്രഖ്യാപിക്കുമ്പോൾ, സദ്വർത്തമാനം പ്രഖ്യാപിക്കുമ്പോൾ ഇതവർ സ്വീകരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ, കുടുംബത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ സന്ദേശം എല്ലാ ദിവസത്തെയും പോലെ കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ, ഇന്ന് ഈ വെള്ളിയാഴ്ച രാത്രി 9 മുതൽ 10 വരെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് സാധാരണ ഞായറാഴ്ച നടത്തി വരുന്നതാണ്. പക്ഷെ അത് ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിരുന്നാലും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സൂം മീറ്റിംഗ് ആണ്. ഇന്ന് രാത്രി 9 മുതൽ 10 വരെ. അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ ഞായറാഴ്ച തോറും ഈ മീറ്റിങ്ങിന് പങ്കെടുത്തവർക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റും. ഇന്ന് രാത്രി, ഞായറാഴ്ച ഉണ്ടായിരിക്കില്ല, ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി 9 മുതൽ 10 വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.